നല്ല ഒന്നാം തരം കിടിലം അടിയാണ് രാജീവ് ചന്ദ്രശേഖർ മരുമകൻ റിയാസിന് കൊടുത്തതെന്ന് പറഞ്ഞാൽ നല്ല കിടുക്കാച്ചി മറുപടിയാണ്. അതായത് അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന് മുൻപ് രാജീവ് ചന്ദ്രശേഖർ കയറി ആ വേദിയിലെ കസേരയിലിരുന്നു. അതിലങ്ങോട്ട് ഹാലിളകി റിയാസ് മരുമകൻ ഉള്ള ചാനലുകളെ ഒക്കെ തൻ്റെ അടുത്തേക്ക് വിളിച്ച് വാ എന്ന് വിളിച്ചിട്ട്, കണ്ടില്ലേ അല്പത്തരം കാണിക്കുന്നത്, പ്രധാനമന്ത്രി വരുന്നതിന് മുൻപേ അങ്ങ് കയറി ഇരിക്കുന്നു, എന്നിട്ട് ജയ് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരെ അപമാനിക്കാവുന്നതിൻ്റെ മാക്സിമം അപമാനിക്കാൻ നോക്കി. പണ്ട് കുമ്മനത്തെ അപമാനിച്ചതുപോലെ ചന്ദ്രനടി എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കാൻ നോക്കി. പക്ഷെ ഏറ്റില്ല, ആരും അത് ഏറ്റി പിടിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ പാർട്ടിയുടെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ BJPയുടെ ചുമതലയുള്ള സംസ്ഥാന അധ്യക്ഷൻ ആ വേദിയിൽ ഇരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് റിയാസ് മരുമോന് അറിയില്ല. അറിഞ്ഞാലും അറിയാത്തതുപോലെ ഭാവിക്കും. അതാണ് റിയാസ് കാണിച്ചത്. പക്ഷേ നല്ല ഒന്നാന്തരം മറുപടി അപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ കൊടുത്തു. അതിലൊന്നും അടങ്ങാതെ അവസാനം രാജീവ് ചന്ദ്രശേഖർ ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഒരവസരം വരും മോനെ, നീ ധൈര്യമായിട്ടിരിക്കുക, അന്ന് നിനക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖർ അന്നേ ഓങ്ങി വെച്ചതാണ്. ഇപ്പോൾ ഇന്നലെയൊക്കെ പത്രങ്ങളിൽ വലിയ പരസ്യം, നമ്മുടെ നികുതി പണം എടുത്ത് വലിയ പരസ്യത്തിൽ അമ്മാവനായ പിണറായി വിജയന്റെ മുഖവും മരുമകനായ റിയാസിന്റെ മുഖവും നമ്മൾ കണ്ടു. എന്നിട്ട് സ്മാർട്ട് സിറ്റി റോഡിൻ്റെ ഒക്കെ വിശാലമായ റോഡിൻ്റെ ഒക്കെ പടം വച്ച് അമ്മാവനും മരുമകനും ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് പരസ്യം കൊടുത്ത് നമ്മളെ തന്നെ പറ്റിക്കുന്ന ഒരു ഏർപ്പാട് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇത് കേന്ദ്ര വിഹിതം കൊണ്ടുള്ള പദ്ധതി, അതായത് മോദി കൊടുത്തിട്ട് യുവന്മാരിവിടെ ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിനക്കൊന്ന് നാണമില്ലേ ഇങ്ങനെ കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടി അതിൽ റോഡും വച്ചിട്ട് ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ എന്നുള്ളതാണ് പറയാതെ പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇങ്ങനെയാണ്: അല്പത്തരമല്ലേ, ഒരു മാന്യതയൊക്കെ വേണ്ടേ? സ്മാർട്ട് സിറ്റി പദ്ധതി സ്വന്തം പേരിലാക്കാനുള്ള ശ്രമത്തിൽ മുഹമ്മദ് റിയാസിനെ പരിഹസിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അതായത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ ഞാൻ കൊടുക്കും എന്ന് അദ്ദേഹം അന്നേ ഓങ്ങി വെച്ചതാണ്. അതിപ്പോൾ കൊടുത്തു എന്ന് മാത്രം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് കേന്ദ്ര പദ്ധതികളെ അടിച്ചുമാറ്റി സ്വന്തം ക്രെഡിറ്റിൽ അവതരിപ്പിക്കുന്നത് അല്പത്തരമാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. വളരെ ശരിയാണ്. കേന്ദ്ര പദ്ധതികൾക്ക് സ്വന്തം സ്റ്റിക്കർ ഒട്ടിച്ച മുഖ്യമന്ത്രിയും മരുമകനും ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നുവെന്ന രാജീവ് ചന്ദ്രശേഖർ വിമർശനവും ഉന്നയിച്ചു. അല്പത്തരമല്ലേ, മാന്യത വേണ്ടേ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ചോദിച്ചു. BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയായ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ 12 സ്മാർട്ട് റോഡുകൾ സ്വന്തമെന്ന് അവകാശപ്പെടുകയാണ് പിണറായി സർക്കാരും കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകനും. രാജ്യത്തെ 100 സ്മാർട്ട് നഗരങ്ങളിലായി ഒന്നായി തിരുവനന്തപുരത്തെ കേന്ദ്ര നഗരവികസന മന്ത്രാലയം തിരഞ്ഞെടുത്തതാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് സ്മാർട്ട് നഗരത്തിന്റെ 1ാം ഘട്ട പദ്ധതി പോലും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച സമയത്ത് പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിനും തിരുവനന്തപുരം നഗരസഭയ്ക്കും കഴിഞ്ഞില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടിനെ മറികടന്ന് പദ്ധതികൾ പൂർത്തിയായി. ഇപ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ മുഖ്യമന്ത്രിയും മരുമകനും എത്തിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ പുതിയൊരു പദ്ധതിയും നടപ്പിലാക്കുന്നില്ല. ആകെ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് സ്വന്തം സ്റ്റിക്കർ ഒട്ടിച്ച് പേര് മാറ്റി അടിച്ചു മാറ്റുക മാത്രമാണ്. സ്വന്തം പിടിപ്പുകേട് മറച്ചു പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയും മരുമകനും സംസ്ഥാന സർക്കാരിന്റെ 9ാം വർഷം ആഘോഷിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ ആഘോഷം? നാടിനെ വികസനത്തിലേക്ക് നയിക്കാൻ വലിയ അവസരങ്ങൾ ഉണ്ടായിട്ട് അതില്ലാതാക്കിയ 9 വർഷത്തിന്റെ ആഘോഷമാണോ? രാജ്യം മുഴുവൻ പുരോഗതിയിലേക്ക് നീങ്ങിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അത് നിഷേധിച്ചതിന്റെ 9 വർഷമാണ് ആഘോഷിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം നേരിടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. വിലക്കയറ്റത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളം ഒന്നാമതാണ്. 5.94% കേരളത്തിലെ വിലക്കയറ്റത്തിന്റെ നിരക്ക്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയാണ് രണ്ടാമത്. രാജ്യത്തിന്റെ മൊത്തം വിലക്കയറ്റം നിരക്ക് പരിശോധിച്ചാൽ 3.16 മാത്രമാക്കി പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. സമാനമായ സ്ഥിതിയാണ് തൊഴിലില്ലായ്മ. രാജ്യത്ത്
ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ്. അടുത്തിടെ പുറത്തു വന്ന കണക്ക് പ്രകാരം കേരളത്തിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് ഏകദേശം 29%. കടം മേടിക്കാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല സംസ്ഥാന സർക്കാരിന്. ആശാ വർക്കർമാർക്ക് 100 രൂപ കൂടി കൊടുക്കാൻ കഴിയുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 30% സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. വിദ്യാർത്ഥികൾ വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കുടിയേറുന്നു. അങ്ങനെ സമസ്ത മേഖലയിലും പരാജയപ്പെട്ട 9 വർഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മകനും ചേർന്ന് ആഘോഷിക്കുന്നത്. കേരളത്തിൽ ഏതെങ്കിലും വികസനമോ പുതിയ പദ്ധതികളോ വന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും കൊണ്ടുവന്നതാണ്. ഇത് BJP മാത്രം പറയുന്നതല്ല, കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞതാണ്. സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് എടുക്കുന്ന റേഷൻ വിതരണം, ഹൈവേ നിർമ്മാണം, വിഴിഞ്ഞം പദ്ധതി ഇവയെല്ലാം കേന്ദ്ര സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിൽ യാഥാർത്ഥ്യമായ പദ്ധതികളാണ്. വികസനം കേരളത്തിലെ ജനങ്ങളുടെ അവകാശമാണ്. അത് നടപ്പിലാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും മാത്രമാണ്. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതായത് നല്ല ഒന്നാന്തരമാടി രാജീവ് ചന്ദ്രശേഖർ മരുമോന്റെ പേട്ട തലക്കിട്ട് കൊടുത്തു എന്നുള്ളതാണ്. അന്ന് അല്പത്തരം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് വലിയ രീതിയിൽ ഏറ്റില്ല. BJP കാണുമ്പോൾ പൊതുവേ പിണറായിക്കും മരുമോനൊക്കെ വല്ലാത്ത ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിലൊന്ന് കൂട്ടാൻ നോക്കിയതാണ്. പക്ഷെ ആള് മാറിപ്പോയി. രാജീവ് ചന്ദ്രശേഖറാണ് അങ്ങേര് വലിച്ചു കീറി ഒട്ടിച്ച് ഭിത്തിയിൽ വെച്ചു എന്നുള്ളതാണ്. ഒരവസരത്തിനായി കാത്തിരുന്നു. വരട്ടെ, എവിടെ പോകാനാണ്, ഒരവസരം വരട്ടെ എന്ന്. അങ്ങനെ അവസരം കിട്ടിയപ്പോൾ അച്ഛൻ്റെ മകനെ തലയെടുത്ത് നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതിയിൽ അമ്മാവൻ്റെയും മരുമകൻ്റെയും പടം കൊടുത്തു. ഇതൊക്കെ കുറച്ച് മാന്യതയൊക്കെ വേണ്ടേ? ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ പണ്ടേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അത് തന്നെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ ഒരു വിവരണം ഇട്ടു. അന്ന് 4 ചാനലുകളിൽ ആളാവാൻ നോക്കിയെങ്കിൽ ഇന്ന് ഫേസ്ബുക്കിലൂടെ ലോകം മുഴുവൻ അല്ലെങ്കിൽ ജനങ്ങൾ മുഴുവൻ കണ്ട് അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കണ്ട അമ്മച്ചിയാണ് റിയാസ് ആ പരിപാടി നിർത്തിയിട്ട് ഇറങ്ങി ഓടുന്ന ഒരവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ പലതിൻ്റെയും കേന്ദ്രം നടത്തുന്ന പലതിൻ്റെയും ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ പിണറായിയും മരുമകനും കാട്ടിക്കൂട്ടുന്ന ഈ വിക്രിയകൾക്ക് ലേശം നാണവും മാനവും വേണ്ടെന്ന് ചോദിക്കണമെന്നുണ്ട്. അത് ഉള്ളവരോട് ചോദിച്ചാൽ അല്പം അന്തസ്സുണ്ട്, ഇല്ലാത്തവരോട് ചോദിച്ചാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ അടി നല്ല ഊക്കനെയാണ് പിണറായിക്കും മരുമകനും കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ എന്ത് മറുപടിയാണ് അമ്മാവനും മരുമകനും കണ്ടുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കേരള ജനത ഉറ്റു നോക്കിയിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ BJP നടപ്പിലാക്കുകയും BJP അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്ന, കേരളത്തിന് വേണ്ടി സഹായിക്കുകയും ചെയ്യുന്ന പദ്ധതികൾ പലതും അടിച്ചു മാറ്റുന്ന സംസ്ഥാന സർക്കാരിന് നല്ല മറുപടി, അതായത് ഒരു 1.5 കനത്തിലുള്ള മറുപടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയത്.